ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ ലോകം കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, ഖത്തർ നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം കാരണം വരും ആഴ്ചകളിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 വരെ എത്തിയേക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ മുന്നറിയിപ്പ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഖത്തർ ഊർജ്ജ മന്ത്രിയും ഖത്തർ എനർജി ചീഫ് എക്സിക്യൂട്ടീവുമായ സാദ് അൽ ഖഅബിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റായ റാസ് ലഫാന്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ പ്രഖ്യാപനം നടത്താൻ നിർബന്ധിതരാകുമെന്നാണ് ഖഅബി വ്യക്തമാക്കുന്നത്. റാസ് ലഫാൻ പ്ലാന്റിലെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. എന്ന് അറ്റകുറ്റപ്പണികൾ തീരുമെന്ന് യാതൊരു വ്യക്തതയുമില്ല. ലോകത്തിലെ എണ്ണവാതക നീക്കത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുന്നു. നിലവിൽ ഖത്തറിന്റെ 128 LNG കപ്പലുകളിൽ വെറും 6-7 എണ്ണത്തിന് മാത്രമേ ഇപ്പോൾ ചരക്ക് കയറ്റാൻ സാധിക്കുന്നുള്ളൂ. തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കാൻ തയ്യാറല്ലാത്തതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ ഖത്തർ എനർജി തങ്ങളുടെ ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് കേവലം അതിർത്തിക്ക് പുറത്തുള്ള ഒരു യുദ്ധവാർത്തയാണെന്ന് കരുതരുത്. എണ്ണവില $150 സ്വാഭാവിക വാതക വില യൂണിറ്റിന് $40 ഉയർന്നാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും. സ്വാഭാവികമായും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് കാരണമാകും. മാത്രമല്ല, ഗൾഫിൽ നിന്നുള്ള പെട്രോ കെമിക്കൽസ്, വളം തുടങ്ങിയവയുടെ വിതരണം തടസ്സപ്പെടുന്നത് നമ്മുടെ കാർഷിക നിർമ്മാണ മേഖലകളെയും വ്യവസായങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കും. പല ഉൽപ്പന്നങ്ങൾക്കും രാജ്യത്ത് ക്ഷാമം നേരിടാനും സാധ്യതയുണ്ട്. യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും തകർന്ന ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനും കയറ്റുമതി സാധാരണ നിലയിലാക്കാനും ഇനിയും മാസങ്ങളെടുക്കും. സൈനിക തലത്തിൽ വ്യക്തമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകാതെ പ്ലാന്റുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കില്ല എന്ന ഖത്തറിന്റെ നിലപാട് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ആഗോള GDP വളർച്ചയെ തന്നെ പിന്നോട്ടടിക്കുന്ന ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ നേരിടാൻ തികഞ്ഞ ജാഗ്രതയോടെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.